എന്താണ് സീറോ മലബാർ സഭയുടെ എറണാകുളത്തെ പ്രശ്നം? ആദ്യമായി മനസ്സിലാക്കേണ്ടത് സീറോ മലബാർ സിനഡും മാർപ്പാപ്പയും 34 രൂപതയിലെ വൈദികരും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏതാനും വൈദികരും ഒരു വശത്തും സിനഡിലെ തന്നെ ഏതാനും മെത്രാന്മാരും റോമൻ ക്യൂരിയയും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂരിഭാഗം വൈദികരും തമ്മിലുള്ള വടംവലിയാണ്. എന്താണ് അടിസ്ഥാന കാരണം? സിറോ മലബാർ സഭ റോം ഭരിക്കണമെന്നും സ്വയം ഭരണം വേണമെന്നുമാണോ? ഇപ്പോൾ കാണുന്നതും നടക്കുന്നതും അതിന്റെ ഭാഗമായ പല നാടകങ്ങളാണെന്ന് ചില വിശ്വാസികൾക്ക് സംശയം തോന്നുന്നു. അല്ലാതെ കുർബാന ക്രമം ഇവിടെ പ്രശ്നമല്ല. അതുകൊണ്ടാണ് മാർപ്പാപ്പ ഒന്ന് പറയുമ്പോൾ മാർപ്പാപ്പയുടെ തന്നെ നടത്തിപ്പുകാരൻ വേറെ ഒന്ന് ചെയ്യുന്നത് എന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് സംശയമാണ്. പിന്നെ ഈ കുർബാന എന്ന് പറഞ്ഞത് ഒരു അട്ടിമറിയുടെ ഭാഗമല്ലേ? മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ മാർപ്പാപ്പയ്ക്ക് സീറോ മലബാർ സഭയിൽ ഐക്യം വേണം, സ്വയംഭരണ സഭയാകണം. എന്നാൽ റോമൻ ക്യൂരിയയ്ക്ക് സീറോ മലബാർ സഭയിൽ ഐക്യം ഉണ്ടാവരുത്, സ്വയം ഭരണം വേണ്ട, റോം തന്നെ ഭരിക്കണം. ഇതിന്റെ കൂട്ടത്തിൽ മുതലെടുക്കാൻ ശത്രുക്കളും അവരെ സഹായിക്കാൻ ചില യൂദാസുകളും. ബാക്കി കാണുന്നതെല്ലാം വെറും നാടകം മാത്രം. അതുകൊണ്ടാണ് സാധാരണ ബുദ്ധിക്ക് കാര്യങ്ങൾ മനസ്സിലാകാത്തതും ഒരു യുക്തിയും കണ്ടെത്താൻ കഴിയാത്തതും. അതിനൊരു ഉദാഹരണമാണ് ഈ പ്രതിഷേധ ജാഥകളിൽ വത്തിക്കാന്റെ കീഴിലുള്ള പൊന്തിഫീക്കൽ സന്യാസിമാരും സന്യാസിനിമാരും കാണപ്പെടുന്നത്. അവരാകട്ടെ മാർപ്പാപ്പയുടെ കൽപ്പന അനുസരിക്കുന്നുമില്ല, എന്നിട്ടും അവരെ നിയന്ത്രിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ പൊന്തിഫീക്കൽ പദവി എടുത്തു കളയുന്നില്ല. അതായത് അവരെ ഉപയോഗിച്ച് വത്തിക്കാൻ തന്നെ വിമതരെ സഹായിക്കുന്നു, മാർപ്പാപ്പയെ അപമാനിക്കുന്നുവെന്ന് വേണം അനുമാനിക്കാൻ. അത് തന്നെ ആയിരിക്കണം. വളരെ ഗൗരവതരമായ തെറ്റ് ചെയ്തിട്ടും ഒരു നടപടിയും സ്വീകരിച്ചില്ല. ഇത് പങ്കുവെക്കുമ്പോൾ ഇങ്ങനെ ഒരു സാധ്യതയും തള്ളിക്കളയാനാകുമോ?